വാർത്തയിലേക്ക് വിശദമായി. താനൂരിൽ ദുരന്തത്തിൽ അറ്റ്ലാന്റിക് ബോട്ട് ഉടമ പി നാസറിന് മേൽ കൊലക്കുറ്റം ചുമത്തി പോലീസ്. പ്രതിയെ ഇന്ന് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കും. അതേസമയം ദുരന്തമുണ്ടായ തൂവൽ തീരത്ത് ബോട്ട് സർവീസുകൾ നിർത്തിവെക്കാൻ താനൂർ നഗരസഭ തീരുമാനിച്ചു. ബോട്ടുടമയ്ക്ക് പ്രാദേശിക CPM നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് വാർഡ് കൌൺസിലർ കുറ്റപ്പെടുത്തി. ബോട്ടുടമ പി നാസറിനെതിരെ ശക്തമായ വകുപ്പാണ് പോലീസ് ചുമത്തിയത്. താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് ഒരു മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അപകടമായ കാര്യമാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ അങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ മറ്റൊരു സമാധാനം കൂടാതെ സ്വയം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറ്റകരമായ നരകത്യ അത് കൊലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നാസറിന് പുറമെ ബോട്ട് ഡ്രൈവർ ദിനേശൻ, അയാളുടെ സഹായി എന്നിവരാണ് ഈ ഘട്ടത്തിൽ പ്രതിപട്ടികയിലുള്ളത്. കേസ് അന്വേഷിക്കാൻ കുസാറ്റിലെ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടും. ബോട്ടിന്റെ രൂപമാറ്റം മുതലായ കാര്യങ്ങളിൽ ഇവരുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താകും അന്വേഷണമെന്നും SP പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ താനൂർ DYSP VV ബെന്നിയാകും കേസ് അന്വേഷിക്കുക. ഇന്നലെ കോഴിക്കോട്ട് നിന്നാണ് നാസറിനെ മലപ്പുറം SPയുടെ പ്രത്യേക സംഘം പിടികൂടിയത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൂവൽ തീരത്തെ ബോട്ട് സർവീസുകൾ നിർത്തിവെക്കാൻ താനൂർ നഗരസഭ തീരുമാനിച്ചു. അതുവരെ താൽക്കാലികമായി ഇത്തരം സംവിധാനങ്ങളൊക്കെ വാക്കാൽ നേരത്തെ നിർദ്ദേശം നൽകിയതാണ്. അതൊക്കെ നിർത്തിവെക്കാൻ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങളൊക്കെ നിർത്തിവെക്കാൻ നമ്മൾ നിർദ്ദേശം നൽകിയതാണ്. അത് ഈ മീറ്റിംഗിലെ തീരുമാനം വരുന്നവരെ തൽക്കാലം അത് നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബോട്ടുടമയ്ക്ക് പ്രാദേശിക CPM നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് വാർഡ് കൌൺസിലറും കുറ്റപ്പെടുത്തി. തീർച്ചയായിട്ടും അവർ ഇടപെടലുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ പോലീസ് നിർത്തിവെച്ച സർവീസ് വീണ്ടും തുടങ്ങാനുള്ള അനുമതി എങ്ങനെ കിട്ടിയത്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ന്യൂസ് 18 മലപ്പുറം. താനൂർ ബോട്ട് അപകടത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. ജലദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിൽ സർക്കാരിനെയും ഉദ്യോഗസ്ഥരെയും കോടതി രൂക്ഷമായി വിമർശിച്ചു. വെള്ളിയാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ മലപ്പുറം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. കുട്ടികളടക്കം മരിച്ച താനൂർ ബോട്ട് അപകടം ഹൃദയം തകർക്കുന്നതാണെന്ന് ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രനും ശോഭ അന്നമ്മ ഈപ്പനും അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞു. ആദ്യമായല്ല സംസ്ഥാനത്ത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്നത്. കുമരകം, തട്ടേക്കാട്, തേക്കടി അടക്കമുള്ള അപകടങ്ങളിൽ നിന്ന് ആരും ഒന്നും പഠിക്കുന്നില്ല. എല്ലാ തവണയും അന്വേഷണമുണ്ടാവും, എന്നാൽ തുടർ നടപടികൾ ഉണ്ടാവില്ല. ബോട്ടുകളിൽ അമിതഭാരത്തിൽ ആളുകളെ കുത്തിനിറയ്ക്കുന്നത് എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ അറിയുന്നില്ല. പോലീസുകാരും വില്ലേജ് ഓഫീസറുമെല്ലാം സ്ഥലത്തുണ്ട്. അധികാരികൾ എന്ത് ചെയ്യുകയാണെന്നും കോടതി ചോദിച്ചു. അപകടത്തിൽ മരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുക മാത്രമല്ല സർക്കാർ ചെയ്യേണ്ടത്, നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഓരോ അപകടങ്ങൾ കഴിയുമ്പോഴും ബന്ധപ്പെട്ടവർ കണ്ണടയ്ക്കുകയാണ്. താനൂർ നഗരസഭയ്ക്കും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ല. പല ചോദ്യങ്ങൾക്കും നഗരസഭ മറുപടി പറയേണ്ടി വരുമെന്ന് കോടതി വ്യക്തമാക്കി. ചീഫ് സെക്രട്ടറി, കളക്ടർ എന്നിവരെ കേസിൽ എതിർകക്ഷികളാക്കി. ജില്ലാ കളക്ടർ 12-നുള്ളിൽ അപകട കാരണം കണ്ടെത്തി റിപ്പോർട്ട് നൽകണം. പോർട്ട് ഓഫീസറോടും കോടതി വിശദീകരണം തേടി. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നാട്ടുകാരെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തു. കേസിനെ 12-ന് പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. താനൂർ ബോട്ട് അപകടത്തിൽ തെരച്ചിൽ തുടരുന്നു. 3-ാം ദിവസമായ ഇന്ന് ഫയർഫോഴ്സ്, NDRF, നേവി, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ വിഭാഗങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത്. അപകടത്തെ തുടർന്ന് ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാനാണ് പരിശോധന. ഇന്നത്തെ പുരോഗതി വിലയിരുത്തിയ ശേഷമാകും കൂടുതൽ ദിവസങ്ങളിൽ തെരച്ചിൽ തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുക. അപകടത്തിൽ 22 പേരാണ് മരിച്ചത്. 10 പേർ ചികിത്സയിൽ തുടരുകയാണ്. 5 പേർ അന്ന് തന്നെ രക്ഷപ്പെട്ടിരുന്നു. താനൂർ ബോട്ട് ദുരന്തത്തിൽ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉന്നതതല യോഗം വിളിച്ചു. മാരിടൈം ബോർഡിനോട് സർക്കാർ വിശദീകരണം തേടി. അപകടം എങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിക്കണം, ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ എന്നിവ ചർച്ചയാകും. ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വനംവകുപ്പിന്റെ ബോട്ടുകളിലും പരിശോധന കർശനമാക്കും. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നേരത്തെ നടത്തിയ പരിശോധനയിലെ റിസൾട്ട് എന്തു തന്നെയായിരുന്നാലും പുതിയ സാഹചര്യത്തിൽ ഒരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. അങ്ങനെ പരിശോധന നടത്തി ഓരോ ബോട്ടിന്റെയും നിജസ്ഥിതി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജുഡീഷ്യൽ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തുവരുമെന്നും റിപ്പോർട്ടിനെ തുടർന്ന് നടപടി ഉണ്ടാകുമെന്നും മന്ത്രി MP രാജേഷും വ്യക്തമാക്കി. അല്ല, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരും. അതിനു പുറമെ പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നടപടി ഉണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അക്കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അന്വേഷണം നടക്കട്ടെ. അന്വേഷണ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം സാധാരണ ജുഡീഷ്യൽ അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി സാങ്കേതിക വിദഗ്ധർ കൂടി അപകടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുൻകാല റിപ്പോർട്ടുകൾ നടപ്പാക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ.
ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അതിൽ വിശ്വാസമുണ്ടെന്നും ഗവർണർ പറഞ്ഞു. അപകടം മനുഷ്യനിർമ്മിതമാണോ എന്ന കാര്യമെല്ലാം അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ പറയാൻ കഴിയൂവെന്നും ഗവർണർ പ്രതികരിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷമായിരുന്നു ഗവർണറുടെ പ്രതികരണം. താനൂർ ബോട്ട് ദുരന്തത്തിൽ ആരോപണവുമായി മുസ്ലിം ലീഗ്. ബോട്ടുടമ പി നാസറിന്റെ അറസ്റ്റ് അഡ്ജസ്റ്റ്മെന്റെന്നും ഇയാൾക്കെതിരെ ദുർബല വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെന്നും ലീഗ് നേതാവ് KPA മജീദ് ന്യൂസ് 18നോട് പറഞ്ഞു. നാസറിന് ഭരണകക്ഷിയിൽ സ്വാധീനമുണ്ടെന്നും ബോട്ട് സർവീസ് നടത്താൻ അനുമതി കൊടുത്ത എല്ലാവർക്കുമെതിരെയും നടപടി വേണമെന്നും KPA മജീദ് ആവശ്യപ്പെട്ടു. ഇതിന് ഉത്തരവാദപ്പെട്ട ലൈസൻസ് കൊടുത്തതാണ്, ആരതിന് അനുവാദം കൊടുത്തത് എന്ന് നോക്കി അവരെ പേര് ആദ്യം നടപടിയെടുക്കണം. എന്തെങ്കിലല്ലേ ഇതിനെ സംബന്ധിച്ച് ആളുകൾ ഗൗരവത്തിൽ അന്വേഷണത്തിന് ഗവൺമെന്റ് എടുത്തു എന്ന് പറയുള്ളൂ. അതുകൊണ്ട് ബന്ധപ്പെട്ടവരുടെ പേരിൽ അടിയന്തരമായി അന്വേഷണം നടത്തിയതിനോടൊപ്പം ജുഡീഷ്യൽ അന്വേഷണത്തിൽ പോകണം. ഇല്ലെങ്കിൽ ആളുകൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. പിന്നെ ഈ ബോട്ടുടമ എന്ന് പറഞ്ഞാൽ നല്ല രാഷ്ട്രീയ ഭരണ സ്വാധീനമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രയും പരാതികളും കാര്യം വന്നിട്ട് പോലും അത് അവഗണിച്ചു പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭരണ സ്വാധീനം സ്വാഭാവികമായും ഈ കേസിനെയും ബാധിക്കും. ഇപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിനെ ഒരു പ്രസരമാണ് എന്നാണ് എല്ലാ ആളുകളും വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ അതിന്റെ ജീവനക്കാരെ കിട്ടാണ്ട് ഈ കേസാണെങ്കിൽ വളരെ ദുർബലമായ വകുപ്പിട്ടിട്ടുള്ള കേസെടുത്ത് 10-22 പേർ മരിച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഇത്രയും നിസ്സാരമായ ഒരു വകുപ്പ് ഉപയോഗിച്ച് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വളരെ ദുരൂഹതയല്ലേ. താനൂരിൽ അപകടത്തിൽപ്പെട്ട ബോട്ട് ഓടിച്ചിരുന്ന ആൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നുവെന്ന് പ്രദേശവാസികൾ. വേറെ മത്സ്യത്തൊഴിലാളി ബോട്ടിന്റെ അപകടാവസ്ഥ നേരത്തെ ഉടമയോട് അറിയിച്ചിരുന്നു. പണം ഉദ്യോഗസ്ഥർക്ക് നൽകിയാണ് സർവീസ് നടത്തിയതെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. നാടിനെ നടുക്കിയ ബോട്ട് അപകടത്തിൽ നിരവധി ആരോപണങ്ങളാണ് നാട്ടുകാർക്കിടയിൽ നിന്നുയരുന്നത്. ബോട്ട് ഓടിച്ചിരുന്നയാൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നു എന്ന ഗുരുതര ആരോപണമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. മറ്റൊരു മത്സ്യത്തൊഴിലാളി ബോട്ടിന്റെ അപകടാവസ്ഥ നേരത്തെ ഉടമയോട് അറിയിച്ചിരുന്നു. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെയായിരുന്നു ബോട്ട് സർവീസ് നടത്തിയിരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ ബോട്ട് ഓടിക്കുന്ന വ്യക്തിക്ക് ലൈസൻസ് ഇല്ല. പേര് ദിനേശൻ, പാളപ്പുറം അഡ്രസ് അവൻ്റെ. ഈ നേരെ കേക്ക് വശത്താണ് അവൻ്റെ വീട്. ഈ ബോട്ടിന് പേപ്പറുമില്ല, ഒന്നുമില്ല. ഈ ബോട്ട് ജസ്റ്റ് നമ്മളൊരു സുഹൃത്ത് ചാലിയത്തുള്ളതാണ്, ബേപ്പൂരുള്ളതാണ്. അവനവിടെ കടക്കമുള്ള പണിക്കാരനാണ്. അവൻ ഈ ബോട്ട് കണ്ടപ്പോൾ തന്നെ ഇതിൽ വന്ന് അവരോട് പറഞ്ഞാണ് ഈ ബോട്ട് ഒരു 10 ആളെ മുകളിൽ കൂടുതൽ നിങ്ങൾ ഓടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിയുന്നുള്ളത്. ഈ ബോട്ടിന് പേപ്പർ ഇല്ല എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയണ കാര്യമാണ്. പണത്തിൻ്റെ ഒരൊറ്റ പവറിലാണ് ഈ ബോട്ട് ഇവിടെ ഓടിയുന്നത്. നാസറിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് പോലീസിൽ നേരത്തെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ഇന്നലെ ഈ സംഭവം നടക്കുമ്പോഴും ഞാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ജാക്കറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന ഒരു ജോലിക്കാരനും കൂടെയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ SIയും സാറുമാരൊക്കെ അവിടെ ഉണ്ട്. ഇന്നലെ മരിച്ച പോലീസുകാരന് എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവന് ഇന്നലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിപ്പോയതാണ്. അവനെ കൊണ്ടുപോയത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഇവനാണ്, ഇസ്മായിലാണ്. ഒരു ടിക്കറ്റിന് 100 രൂപയാണ് ചാർജ് ഈടാക്കിയിരുന്നത്. ബോട്ടിൽ ജീവനക്കാരായി 3 പേരാണ് ഉണ്ടായിരുന്നത്. മറ്റു ബോട്ടുകളുമായി നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രദേശവാസികൾ ഓർത്തെടുക്കുന്നു. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പരപ്പനങ്ങാടിയിൽ 22 പേരുടെ ജീവൻ നഷ്ടമായ ബോട്ട് അപകടത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. അപകടത്തിൽപ്പെട്ട ബോട്ട് മുൻപും അപകടകരമായ രീതിയിലാണ് സർവീസ് നടത്തിയിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തെ തുടർന്ന് ശ്രാങ്ക് ദിനേശിനും സഹായികളും ഒളിവിലാണ്. എന്നാൽ ഇവർ ഉടമസ്ഥനോടൊപ്പം മുൻപ് നടത്തിയ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതിൽ പാടുന്ന ആളാണ് ദിനേശൻ. ആസ്വദിച്ചിരിക്കുന്നത് ഉടമസ്ഥൻ നാസർ. കൂടെ പാടുന്നത് സഹായിയും. അപകടം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ബോട്ടിൽ ഇവർ നടത്തിയ ആഘോഷമാണിത്. എല്ലാ ദിവസവും അപകടകരമായ രീതിയിലാണ് ബോട്ട് സർവീസ് നടത്തിയിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിന്റെ മുന്നേ ഒരുപാട് പരാതികൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. കളക്ടർക്ക് വരെ പരാതി പോയിട്ടുണ്ട്. ബോധിപ്പിക്കാൻ അടുത്തെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ എന്ത് സ്വാധീനത്തിന്റെ പേരിലാണ് വീണ്ടും ഈ ബോട്ട് ഈ പുഴയിൽ ഓടിയെന്ന് നമുക്കറിയില്ല. കാരണം ഞങ്ങളെ നാട്ടുകാരെ ആളുകൾ ഈ ബോട്ട് ഇവിടെ കാണുക എന്നല്ലാതെ ഇന്ന് വരെ ഇതിലേക്ക് കയറി നോക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം അതിന് അത്രയ്ക്കും സേഫ്റ്റി അല്ല. അത് ഒരു കുടുംബം മൊത്തം കയറിയിട്ട് അവർക്ക് ഇതിന്റെ ബോട്ടിന്റെ പോക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര അപകടമായ അവസ്ഥയിലാണ് പോകുന്നത്. അതുകൊണ്ട് അവർ വഴി അത്ര ദൂരം പോയിട്ട് തിരിച്ച്. ബോട്ടുടമ നാസറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദിനേശനും സഹായികളും ഒളിവിലാണ്. ഇവരെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നിയമം ലംഘിച്ചാണ് ബോട്ട് സർവീസ് നടത്തിയിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അധികൃതരുടെ ഒത്താശയില്ലാതെ
ഇതൊന്നും നടക്കില്ല എന്നും ഉറപ്പാണ്. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 മലപ്പുറം. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോഴും ജനരോഷം തണുപ്പിക്കാൻ സർക്കാരുകൾക്ക് എളുപ്പവഴിയാണ് ജുഡീഷ്യൽ അന്വേഷണം. താനൂർ ദുരന്തത്തിലും സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനു മുൻപുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളിൽ പലതും ഇനിയും നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ പ്രഹസനങ്ങൾ കൊണ്ട് എന്ത് കാര്യമെന്ന ചോദ്യമാണ് ഉയരുന്നത്. കേരളത്തെ കരയിച്ച ജലദുരന്തങ്ങൾ നിരവധിയാണ്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥ തന്നെയാണ് അപകടങ്ങൾക്കെല്ലാം കാരണമായത്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരുകൾ അന്വേഷണം പ്രഖ്യാപിക്കും. എന്നാൽ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ പിന്നീട് ഉണ്ടാകാറില്ല. ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കാറുമില്ല. താനൂരിന് മുൻപും ജലദുരന്തങ്ങളിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടുകളും അവയിലെ ശുപാർശകളും പിന്നീട് ആരും തിരിഞ്ഞു നോക്കാറില്ലെന്ന് മാത്രം. ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പായിരുന്നു 2002 കുമരകം ബോട്ട് ദുരന്തം അന്വേഷിച്ചത്. താനൂരിലേതിന് സമാനമായി അവിടെയും അപകടകരമായത് അമിതമായി ആളെ കയറ്റിയതായിരുന്നു. ബോട്ടിന്റെ കാലപ്പഴക്കവും പ്രശ്നമായി. 2 പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അതേ കാരണത്താൽ താനൂരിലും ദുരന്തമുണ്ടായി. തട്ടേക്കാട് കേരളത്തെ കരയിച്ചത് 2007. അപകടങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഉതകുന്ന സമഗ്ര നിയമനിർമ്മാണമായിരുന്നു MM പരീത് പിള്ള അന്വേഷണ കമ്മീഷന്റെ പ്രധാന ശുപാർശ. അതും ജലരേഖ മാത്രമായി മാറി. തേക്കടി ബോട്ട് ദുരന്തം അന്വേഷിച്ചത് ജസ്റ്റിസ് E മെയ്തീൻ കുഞ്ഞ് കമ്മീഷൻ. അമിതമായി ആളെ കയറ്റിയത് തന്നെയായിരുന്നു 2009 ഈ അപകടത്തിനും കാരണം. നിലവാരമില്ലാത്ത ബോട്ട് വാങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി ശുപാർശ ഉൾപ്പെടെ ഒന്നും സർക്കാർ വകവെച്ചില്ല. കൃത്യമായ ഇടവേളകളിൽ ബോട്ടുകളുടെ ഫിറ്റ്നസ് പരിശോധിക്കണമെന്ന ശുപാർശകളും നടപ്പാക്കുന്നില്ല. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാകും സർക്കാർ സംവിധാനങ്ങളുടെ ജാഗ്രത. തേക്കടിയിൽ, തട്ടേക്കാട്ട്, കുമരകത്ത് ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും കേരളം ഞെട്ടും. അധികാരികൾ ദുരന്തമുഖം സന്ദർശിക്കും, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും. പിന്നെ ആ അന്വേഷണ റിപ്പോർട്ടുകൾ സെക്രട്ടേറിയറ്റിലെ അസംഖ്യം ഫയലുകളിൽ ഒന്നു മാത്രമായി തീരും. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതാ നടപടികൾ, മുൻകരുതൽ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സർക്കാരുകൾ തയ്യാറാകുന്നില്ല. അതുതന്നെയാണ് ഇപ്പോഴുണ്ടാകുന്ന ദുരന്തങ്ങളെക്കാൾ ഏറ്റവും വലിയ ദുരന്തമായി മാറുന്നതും. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. വിനോദയാത്ര ബോട്ടുകൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളിൽ പലതും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് താനൂരിലെ ദുരന്തം സൂചിപ്പിക്കുന്നത്. അപായമുണ്ടാകുമ്പോൾ മാത്രമാണ് നിയമങ്ങളും നിർദ്ദേശങ്ങളെയും കുറിച്ച് കുറച്ചു നാളത്തേക്കെങ്കിലും കർശനമായി നടപ്പിലാക്കുക. 2002 കുമരകം ബോട്ട് ദുരന്തത്തിന് ശേഷം ബോട്ടുകളിൽ സേഫ്റ്റി കമ്മീഷനെ നിയമിക്കുന്നതിന് നൽകിയ ശുപാർശ ഇതുവരെയും നടപ്പായില്ലെന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് വ്യക്തമാക്കുന്നു. വളരെ പഴക്കം ചെന്നതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായ ബോട്ടുകൾ ഇപ്പോഴും സർവീസ് നടത്തുന്നതിന് നേർസാക്ഷ്യമാണ് താനൂർ ബോട്ട് അപകടം. വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതും കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ ഏറ്റവും അധികം വരുമാനമുണ്ടാക്കുന്നതുമായ മേഖലയാണ് ഹൗസ് ബോട്ട് ടൂറിസം. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കേരളത്തിന് അവമതിപ്പുണ്ടാക്കും. കേരളത്തിലേക്ക് വരുന്നതിൽ വിദേശ സഞ്ചാരികൾക്ക് ആശങ്കയുണ്ടാകുമെന്നും ജസ്റ്റിസ് നാരായണക്കുറുപ്പ് 2002 നടന്ന കുമരകം ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നതിങ്ങനെ: ഓവർലോഡിംഗ് and hitting an object beneath the water level. അപ്പോൾ അത് കണ്ടുപിടിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കും. ഇതിപ്പോൾ 4ാമത്തെ ആക്സിഡൻറ്റാണ്. ഇത് ഇൻ്റർനാഷണലായിട്ടൊക്കെ ആൾക്കാർ അറിയപ്പെട്ട കേരളത്തിലേക്ക് ടൂറിസ്റ്റ് എന്നുള്ള നിലയിൽ ആൾക്കാർ വരാൻ മടിക്കും. ഇവിടുത്തെ സേഫ്റ്റി റെഗുലേഷൻസ് ഒന്നും അത്ര പാകമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വിഷയത്തിലിറക്കുന്ന സർക്കാരിന്റെ ഉത്തരവുകൾ നടപ്പിലാക്കാൻ ഒരു സേഫ്റ്റി കമ്മീഷണർ വേണമെന്ന് താൻ നിർദ്ദേശം നൽകിയിരുന്നു. ബോട്ടുകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ എല്ലാം വർഷം തോറും പരിശോധിക്കണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം. ബോട്ടുകൾക്ക് കേടുപാടുകൾ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്നും ജസ്റ്റിസ് നാരായണക്കുറുപ്പ്. ഓവർലോഡ് പ്രിവെൻറ്റ് ചെയ്യണം. ടൈമിലി ഇത് ഓവർഹോൾ, ഇതിൻ്റെ ബോട്ടിൻ്റെ റിപ്പയേഴ്സൊക്കെ നടത്തണം. ക്വാളിഫൈഡ് ഇതിൻ്റെ ഓടിക്കാനുള്ള ആളുടെ അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ടെസ്റ്റ് ചെയ്യണം. സർപ്രൈസ് വിസിറ്റ് വേണം. ന്യൂസ് 18 കൊച്ചി. തുടരുന്നു. നിയമങ്ങളെ വെല്ലുവിളിച്ച് തിരുവനന്തപുരം പൂവാറിലെ ബോട്ട് സവാരി. ഒരു വള്ളത്തിന്റെ സുരക്ഷാ പരിശോധന നടത്തിയ ശേഷം അതിന്റെ മറവിൽ 10ലധികം വള്ളങ്ങളാണ് ജലയാത്രയ്ക്ക് ഇവിടെ ഇറങ്ങുന്നത്. താനൂർ അപകടത്തിന് ശേഷവും നിയമലംഘനം തുടരുകയാണ്. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു.
നന്ദകുമാർ ഉണ്ട് വിവരങ്ങളുമായി. നമ്മളുടെ ടൂറിസം കേന്ദ്രങ്ങൾ പലതും അപകടം പതിയിരിക്കുന്ന ഇടങ്ങൾ കൂടിയാണ്. പലയിടങ്ങളിലും നിയമലംഘനങ്ങളുണ്ട്. ഇപ്പോൾ താനൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യങ്ങൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നന്ദകുമാർ, ഇവിടെ പൂവാറിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിരവധിയായി നാട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് പല മാധ്യമങ്ങളുടെയും പ്രാദേശിക വാർത്തകളായി ചുരുങ്ങിപ്പോകാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ താനൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ്? വലിയ നിയമലംഘനങ്ങളാണോ അവിടെ നടക്കുന്നത്? മനുഷ്യജീവൻ പണയം വെച്ചുകൊണ്ടുള്ള യാത്രകളാണോ അവിടെയുള്ളത്? രേണുക, തീർച്ചയായും പ്രത്യേകിച്ച് നെയ്യാറിന്റെ കയങ്ങളാണ് ഈ ഒരു പൂവാർ ബോട്ടിംഗ് സർവീസുകൾ നടത്തുന്നത്. ഏകദേശം 400ഓളം ബോട്ട് സർവീസുകളാണ് പൂവാർ മേഖലയിൽ മാത്രം നടത്തുന്നത്. പ്രത്യേകിച്ച് തലസ്ഥാന മേഖലയിൽ ഒരു ബോട്ട് സർവീസുകളുടെ പ്രധാന കേന്ദ്രമാണ് ഈ ഒരു പൂവാർ എന്ന് പറയുന്നത്. താനൂരിലെ ഈ ഒരു അപകടത്തിന് ശേഷവും ഒരു തരത്തിലുള്ള പരിശോധനകളും പൂവാറിൽ നടത്തുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിൽ രാത്രികാലങ്ങളിലും ഒക്കെ തന്നെ വ്യാപകമായി ടൂറിസ്റ്റുകളെയും വിനോദസഞ്ചാരികളെയും കൊണ്ട് ഇത്തരത്തിൽ യാത്രകൾ നടത്തുന്നു എന്നാണ് നമുക്ക് ലഭിച്ച ഒരു വിവരം. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ പൂവാർ ബോട്ടിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. അവിടെ കണ്ടത് വളരെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. വലിയ മാഫിയ സംഘങ്ങളും ഇതിന്റെ പുറകിലുണ്ട് എന്നാണ് ഈ വാസ്തവം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇത്തരത്തിൽ ബോട്ട് സർവീസുകൾ നടത്തുമ്പോൾ ഇതിനെതിരെ ആരെങ്കിലും പരാതി നൽകിക്കഴിഞ്ഞാൽ അവരെ വകവരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളും ചെയ്യും. അങ്ങനെ ഈ ഒരു പരാതി കൊടുക്കാനും ഒരുപാട് പേർ ഭയക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഈ ബോട്ട് സർവീസുകൾ നടത്തുമ്പോൾ പലർക്കും ലൈസൻസ് ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ ബോട്ട് ഓട്ടിക്കുന്ന ആൾക്ക് ഇത്തരത്തിൽ ലൈസൻസുകളില്ല. അവർക്ക് വേണ്ടത് സ്രാങ്ക് ലൈസൻസ് ആണ് അവർക്ക് ആവശ്യമുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള സ്രാങ്ക് ലൈസൻസ് നേടിയവർ പലരും അവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവർക്കുള്ളതാകട്ടെ ഒരു ലക്കർ ലൈസൻസ് മാത്രമാണ്. അതായത് ഈ ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്യാനും ബോട്ട് ക്ലീനറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ലൈസൻസ് ആണ് ഈ ഒരു ലക്കർ ലൈസൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ലക്കർ ലൈസൻസ് മാത്രമാണ് ഇവിടെ ബോട്ട് ഓടിക്കുന്ന ആൾക്കാർക്കുള്ളത്. അതോടൊപ്പം തന്നെ ബോട്ടുകൾക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റ് ഇല്ല, രജിസ്ട്രേഷൻ ഇല്ല. അങ്ങനെ ഒരു തരത്തിലുള്ള നിയമങ്ങളും അവിടെ പാലിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലൈഫ് ജാക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് നൽകുന്നുണ്ടെങ്കിലും ഗുണനിലവാരമുള്ള ഒരു ലൈഫ് ജാക്കറ്റും ഒരു ബോട്ട് ഉടമകളും സർവീസ് നടത്തുന്ന ഉടമകളും നൽകുന്നില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കുട്ടികൾക്ക് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും അവിടെ ഉണ്ടാകില്ല. കാരണം 16 യാത്രക്കാരാണ് പരമാവധി ഈ ഒരു ബോട്ടിൽ കയറാൻ പറ്റുന്നത്. ചില ബോട്ടുകളിൽ പരമാവധി 8ഉം 6ഉം ഒക്കെയാണ്. ഇത്തരത്തിൽ ഈ 16 ആൾക്കാർ കയറുന്ന ഈ ഒരു ബോട്ടുകളിലൊന്നും തന്നെ കുട്ടികൾക്ക് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ല. ഈ 16 പേർക്ക് കയറാൻ കഴിയുന്ന ബോട്ടുകളിൽ 20 പേർ വരെ ചില സമയങ്ങളിൽ കയറുമെന്നാണ് നാട്ടുകാരടക്കം നമ്മളോട് പറയുകയും ചെയ്തത്. അങ്ങനെ ഒരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കാതെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ പാലിക്കാതെ എല്ലാ തരത്തിലും നിയമലംഘനങ്ങൾ നടത്തിയാണ് ഇത്തരത്തിൽ പൂവാറിൽ ബോട്ട് സർവീസ്. എല്ലാ തരത്തിലുമുള്ള നിയമലംഘനങ്ങൾ പൂവാറിലും നിർബാധം നടന്നു വരുന്നു എന്നതാണ്. നന്ദകുമാർ, ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മലപ്പുറത്തെ ഈ അപകടത്തിന് ശേഷം പലയിടങ്ങളിലും പരിശോധനകൾ നടക്കുന്നു എന്നതാണ്. എറണാകുളത്തൊക്കെ മറൈൻ ഡ്രൈവിലൊക്കെയും പരിശോധനകൾ നടക്കുന്നു. അതിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ അപകടത്തിന് ശേഷവും ഒരു പരിശോധനയും ഇല്ല. നിർബാധം എങ്ങനെയാണോ തുടർന്നു വന്നത് അത് പൂവാറിൽ തുടരുന്നു എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇന്നലത്തെ സംഭവത്തിന് ശേഷവും നേരത്തെ മുതൽ തന്നെ പരാതികൾ ഉയരുന്ന ഇടം കൂടിയാണ് പൂവാർ. വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്ന ഇടമാണ്. തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടായി പൂവാർ മാറിയിട്ടുണ്ട്. അതിനുശേഷവും ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം പോലും പരിശോധനയ്ക്ക് ഒരു നടപടിയുമില്ല എന്നത് നമ്മൾ എങ്ങനെ കാണണം?
തീർച്ചയായും ഒരു പരിധിവരെ പോലീസും അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളും ഇവിടെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഈ പരിശോധന നടത്തുമ്പോഴുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതായത് ഒരു ബോട്ടിൽ പല തരത്തിലുള്ള നിയമലംഘനങ്ങളും കണ്ടെത്തും. അങ്ങനെ ഓരോ നിയമലംഘനങ്ങൾക്കും 25,000 രൂപ വരെ പിഴ ഈടാക്കും. അങ്ങനെ ഒരു ബോട്ടിന് തന്നെ 1.5 ലക്ഷം 2 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ പൂവാറിൽ ഉണ്ടായിട്ടുണ്ട്. പൂവാറിൽ മുമ്പുണ്ടായിരുന്ന ഒരു SI ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുകയും പല ബോട്ട് ഉടമകൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ ഒരു രാത്രികാലങ്ങൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരെ പോയിരുന്നു. അപ്പോഴും ഭീഷണിപ്പെടുത്തുമ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ ആൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ പോലും ഉന്നത ഉദ്യോഗസ്ഥർക്ക് തയ്യാറായില്ല എന്നതായിരുന്നു വാസ്തവം. അതിനുശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടുത്തെ മാഫിയ സംഘങ്ങൾക്ക് ഉന്നതതല ബന്ധങ്ങളുണ്ട്. ഈ ഒരു ബോട്ട് സർവീസുകൾ നടത്തുന്ന ഉടമകൾക്ക് ഉന്നത ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പരിശോധനകളും ഇവിടെ ആരും തന്നെ നടത്തില്ല. പ്രത്യേകിച്ച് ഈ മാരിടൈം ബോർഡുകളായാലും അല്ലെങ്കിൽ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളും ഒന്നും തന്നെ ഇവിടെ ഈ പരിസരത്തേക്ക് പോലും പോകുന്നില്ല എന്നതാണ് നാട്ടുകാർ നമ്മളോട് പറയുകയും ചെയ്തത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് പൂവാറിൽ ബോട്ട് സർവീസുകൾ നടത്തുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഏറ്റവും പ്രധാനം. ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനം കുട്ടികൾക്ക് പോലും നൽകാതെയാണ് ഇത്തരത്തിൽ ബോട്ട് സർവീസുകൾ വർഷങ്ങളായി ഇവിടെ നടന്നു പോകുന്നത്. പല തരത്തിലുള്ള അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ അടക്കം പറയുന്നുണ്ട്. കാരണം ഈ ഫ്ലോട്ടിംഗ് റിസോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പൂവാറിലുണ്ട്. ഈ ഒരു ഫ്ലോട്ടിംഗ് റിസോർട്ടിൽ ഒരു സമയത്ത് ഒരു ദിവസം രാത്രി ഇത്തരത്തിൽ ആ ഫ്ലോട്ടിംഗ് റിസോർട്ട് മുങ്ങിപ്പോവുകയും ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്ന സമയത്ത് മുങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. അപ്പോഴും ഈ വിനോദസഞ്ചാരികൾക്ക് ഇത്തരത്തിൽ കോമ്പൻസേഷൻ നൽകി ഈ ഒരു വാർത്ത മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്ന രീതിയായിരുന്നു ഇവിടുത്തെ റിസോർട്ട് ഉടമകൾ അടക്കം സ്വീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു തരത്തിലും വാർത്ത പുറത്തു പോകാതെ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും ലംഘിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൊണ്ടാണ് ഇവിടെ ഒരു ബോട്ട് സർവീസുകളും അതോടൊപ്പം തന്നെ റിസോർട്ടുകളും വ്യാപകമായി തന്നെ ഇവിടെ നടന്നു പോകുന്നത്. അതോടൊപ്പം ഇതിനോടൊപ്പം നമ്മൾ കണ്ട മറ്റൊരു കാര്യം ഇവിടുത്തെ കായൽ കയ്യേറ്റമാണ്. വലിയ തോതിലുള്ള കായൽ കയ്യേറ്റമാണ് പൂവാർ തീരങ്ങളിൽ നമ്മൾ കാണാൻ സാധിച്ചത്. തീരങ്ങളൊക്കെ തന്നെ കവർന്നെടുക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ വലിയ വ്യാപകമായിട്ടുള്ള പരാതികൾ പൂവാർ ബോട്ട് സർവീസുകളും അതോടൊപ്പം തന്നെ പൂവാറിലെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും പലതരത്തിലുള്ള മാഫിയകൾ അവിടെ തുടരുന്നു. അവരുടെ ഇടപെടലാണ് ഇത്തരം പരിശോധനകൾ പോലും അസാധ്യമാക്കുന്നത് എന്നാണ് നന്ദൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വേനൽക്കാലമാണ്, അവധിയാണ്, വിനോദസഞ്ചാരങ്ങൾ അത് ആഭ്യന്തര വിനോദസഞ്ചാരങ്ങളൊക്കെ കൂടുതൽ എത്തുന്ന സമയമാണ്. എന്തായാലും ഈ താനൂർ അപകടമെങ്കിലും അധികൃതരുടെ കണ്ണു തുറക്കണം. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാതെ ഉള്ള നടപടികൾ എടുക്കണം. പരിശോധന അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈസൻസ് ഇല്ലാതെയും മറ്റുമൊക്കെ നടക്കുന്ന ഇത്തരം സർവീസുകൾ അത് നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. ജീവനും സുരക്ഷയുമാണ് പ്രധാനം. അത് ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ഇത്തരം യാത്രകൾ എന്ന സന്ദേശമാണ് ഞങ്ങൾ ഈ റിപ്പോർട്ടിലൂടെ നൽകുന്നത്. എന്തായാലും ഈ പൂവാറിൽ എന്താണ് സംഭവിക്കുന്നത്, എത്ര വലിയ നിയമലംഘനങ്ങളാണ് അവിടെ നടക്കുന്നത്, അതിന്റെ തുടർ റിപ്പോർട്ടുകൾ കാണാം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വരും. യുവതിയോട് അപമര്യാദയായി പെരുമാറിയ TTE അറസ്റ്റിൽ. നിലമ്പൂർ കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസിലെ TTE തിരുവനന്തപുരം സ്വദേശി നിതീഷിനെ കോട്ടയം റെയിൽവേ പോലീസാണ് പിടികൂടിയത്. ഇന്നലെ നിലമ്പൂരിൽ നിന്ന് കൊച്ചുവേളിക്ക് വരുന്ന രാജു റാണി എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന ഒരു 35 വയസ്സുള്ള ഒരു യുവതിയെ ആ ട്രെയിനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന TE നിതീഷ് തിരുവനന്തപുരം, അദ്ദേഹം ആ സ്ത്രീയോട് വളരെ മോശമായി പെരുമാറുകയും വേറൊരു S4 കോച്ചിലിരുന്ന ആ സ്ത്രീയോട് B1 കോച്ചിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ആ സ്ത്രീയുടെ കൈക്ക് പിടിച്ച് ആ സ്ത്രീക്ക് മാനഹാനി ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറിയതിന് കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഇന്ന് രാവിലെ ഇറക്കി ഇവിടെ ക്രൈം 35 ആയിട്ടൊരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ ഉച്ച കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ല വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ട്രെയിനകത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ട്രെയിനിൻ്റെ ജീവനക്കാർ തന്നെ ഇപ്രകാരം പെരുമാറുന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കോട്ടയം റെയിൽവേ പോലീസ് കാണുന്നത്. ശക്തമായ നടപടിയെടുക്കാൻ തിരുവനന്തപുരം റെയിൽവേ സൂപ്രണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ശക്തമായ നടപടികൾ എടുക്കുന്നതാണ്. പ്രതിയെ ഉച്ചകഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കി കോടതി നടപടികളിലേക്ക് വിടുന്നതാണ്. ആലുവയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ FIR രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കിയതിന് ശേഷം ബാക്കി അനുബന്ധ കാര്യങ്ങൾ എറണാകുളം റെയിൽവേ പോലീസിന് കൈമാറുന്നതാണ്. ഇയാളെ ഇവിടെ കോട്ടയത്ത് ഇറക്കി മെഡിക്കൽ പരിശോധന നടത്തി. മെഡിക്കൽ പരിശോധന റിപ്പോർട്ട് ഇദ്ദേഹം വെള്ളമടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്.
ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇന്നലെയാണ് സംഭവമെന്നും ആലുവയിൽ വെച്ചാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്നും പോലീസിന്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നു. എന്താണ് സംഭവിച്ചത്? സാധാരണ ട്രെയിനിലൊക്കെ സ്ത്രീകൾ പല വിധത്തിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയരാകാറുണ്ട്, ഇടയാക്കാറുണ്ട്. പക്ഷേ അതൊരു ഉദ്യോഗസ്ഥനിൽ നിന്ന് തന്നെ സംഭവിക്കുന്നു എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്താണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? രേണുക, തീർച്ചയായും ഉദ്യോഗസ്ഥനിൽ നിന്ന് തന്നെ, റെയിൽവേയിൽ ഉള്ള ഉദ്യോഗസ്ഥൻ, ഈ യാത്രക്കാർക്കൊക്കെ സംരക്ഷണത്തിന് കൂടി ചുമതലയുള്ള ഉദ്യോഗസ്ഥനിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടാകുന്നു യുവതിക്ക് എന്നുള്ളതാണ്. നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഈ യുവതി. ഒറ്റയ്ക്കായിരുന്നു യാത്ര ചെയ്തത്. കയറിയപ്പോൾ തന്നെ ഈ യുവതിയുടെ പിതാവ് ഈ TTEയോട് ഈ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്, അല്പം ശ്രദ്ധിക്കണേ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒറ്റയ്ക്കാണ് എന്ന് കണ്ടതോടു കൂടിയാണ് ഇയാൾ ഇങ്ങനെ ഒരു അതിക്രമത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ S1 കോച്ചിലായിരുന്നു യുവതി ഉണ്ടായിരുന്നത്. പിന്നീട് ഈ TTE ഉള്ള B1 കോച്ചിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടു. അതിന് കൂട്ടാക്കാതെ ഇരുന്നതോടുകൂടിയാണ് ഈ പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമം ഉണ്ടായത്. ഇത് ആലുവ വെച്ചാണ് സംഭവം നടന്നത്. അതിന് മുൻപ് തന്നെ അശ്ലീല ചുവയോടെ ഈ പെൺകുട്ടിയോട് ഈ TTE നിതീഷ്, തിരുവനന്തപുരം സ്വദേശിയായ നിതീഷ് സംസാരിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഈ പെൺകുട്ടി ട്രെയിനിൽ വെച്ച് തന്നെ തിരുവനന്തപുരത്ത് റെയിൽവേ കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ട്രെയിൻ കോട്ടയത്ത് എത്തിയപ്പോഴാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്ത് നടത്തിയ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഗൗരവമേറിയ വകുപ്പുകൾ ചുമത്തി ഇയാളെ കോടതിയിൽ ഹാജരാക്കും അല്പസമയത്തിനകം. അതിനുശേഷം സ്വാഭാവികമായും റിമാൻഡിലേക്ക് പോകുമെന്നാണ് ഇനി പ്രതീക്ഷിക്കേണ്ടി വരിക. എന്തായാലും ട്രെയിനുകളിൽ രാത്രി ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ തന്നെ, ടിക്കറ്റ് എക്സാമിനർ തന്നെ അതിക്രമത്തിന്റെ പ്രധാനപ്പെട്ട ആളായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. രേണുക. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പോത്തൻകോട് പോലീസിന്റെ മാങ്ങാമോഷണം. 5 കിലോ മാമ്പഴം വാങ്ങിയ പോലീസുകാരൻ പണം നൽകാതെ മുങ്ങിയെന്ന് പരാതി. മാമ്പഴം വാങ്ങിയത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനെന്ന പേരിലാണ്. തിരിച്ചറിയൽ പരേഡിൽ പരാതിക്കാരൻ പോലീസുകാരനെ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ട്. 2022 സെപ്റ്റംബറിൽ കാഞ്ഞിരപ്പള്ളിയിലെ പച്ചക്കറി കടയിൽ നിന്ന് മാമ്പഴം മോഷ്ടിച്ച പോലീസുകാരനെ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹത്തെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോത്തൻകോട് സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു പോലീസുകാരൻ വന്ന് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. സിവിൽ ഡ്രസ്സിലാണ് വന്നത്. പാൻസ് കാക്കി പാൻസും കറുത്ത ഷൂവും ആയിട്ടാണ് വന്നത്. എന്നിട്ട് ചോദിച്ച് മാങ്ങ SIക്ക് സർക്കിൾ 2 കിലോ വേണം, കഴക്കൂട്ടം SIക്ക് വേറെ കൂടിയ ഉദ്യോഗസ്ഥൻ 2 കിലോ വേണം, 5 കിലോ വേണം, യൂളിപ്പ് വേണ്ടാന്ന് ചോദിച്ചു. ഞാൻ യൂളിപ്പ് ഇല്ല സാറേ, മോൻ്റെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അകത്ത് കയറി ഏറ്റവും നല്ല മാങ്ങ നോക്കി, പോലീസ് സ്റ്റേഷൻ്റെ ആയതുകൊണ്ട് ഏറ്റവും നല്ല മാങ്ങ നോക്കി നുള്ളിപ്പറക്കി കൊടുത്തു. അപ്പോൾ യൂളിപ്പയിൽ പൈസ വന്നില്ല. അങ്ങനെ മോൻ്റെ വൈകുന്നേരം കണക്ക് വെച്ചപ്പോഴത്തേക്ക് പറഞ്ഞാൽ അച്ഛാ 800 രൂപ വന്നിട്ടില്ല. അന്ന് 160 രൂപയായിരുന്നു വാങ്ങിയ വില, വന്നിട്ടില്ല. ഇപ്പോൾ അവൻ ഞാൻ ആരാണ് വാങ്ങിച്ചത്? അവൻ സാക്ഷിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നാൽ വന്നിട്ടില്ല, അച്ഛനെ തേച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ SI വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. ഇദ്ദേഹം നിൽക്കുന്ന ആളാണ് കാര്യം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, തിരക്കിയപ്പോഴത്തേക്ക് സർക്കിൾ വാങ്ങിച്ചിട്ടില്ല എന്ന് സർക്കിൾ പറഞ്ഞു. സർക്കിൾ അപ്പോഴെ തന്നെ ഇവിടെ വന്നു, SI ആയിട്ട് വന്നു. എൻ്റെ ചോദിച്ച് അവർക്ക് ഭയങ്കര വിഷമമായി. അവർ സത്യസന്ധമായ രണ്ടുപേരും വളരെ നല്ല സർക്കിളും SIയുമാണ്. സത്യം പറഞ്ഞപ്പോൾ അവർക്ക് വിഷമമായി. അവർ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ദോഷം വന്നുള്ളൂ. ഞാൻ പറഞ്ഞു കേസ് വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേണം, അത് കേസ് എടുത്തേ പറ്റൂ. മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ ജനങ്ങളെ സംരക്ഷിക്കാനുള്ളവരാണ് നമ്മൾ, അവരെ ദ്രോഹിക്കാനല്ല അടക്കാനുള്ളത് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാളെയും കൊണ്ടുവന്ന് പിറ്റന്ന് അയാളെയും കൊണ്ടുവന്ന് SI കൊണ്ടുവന്നിട്ട് വണ്ടിക്കകത്ത് ഇരുത്തിയിട്ട് അകത്തുമെന്ന് പറഞ്ഞ് പാർട്ടി വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്, വെളിയിറങ്ങി കാണിച്ചു തരാം, അയാൾ തന്നെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. നോക്കിയപ്പോഴത്തെ അയാൾ തന്നെ. ഞാൻ പറഞ്ഞു സാറേ തലവലിക്ക് പറഞ്ഞു അയാൾ തന്നെ എന്ന് പറഞ്ഞു. ഇയാൾ കണ്ടില്ല, ഇയാൾ മാങ്ങ കുനിഞ്ഞെന്ന് പറക്കൊണ്ടെന്നപ്പോഴത്തേക്കാണ് ചോദിക്കുന്നത്. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടിയെടുക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. സന്തോഷ് കുമാറിനൊപ്പം ഐശ്വര്യ അനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. ഒരിടവേള കൂടി. വീറും വാശിയുമേറിയ പ്രചാരണത്തിന് ശേഷം കർണാടക നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJPയും കോൺഗ്രസും. അതേസമയം മൈസൂരു മേഖലയിൽ നേട്ടം ആവർത്തിച്ച് കിങ് മേക്കറാകാമെന്ന പ്രതീക്ഷയിലാണ് JDS. കർണാടക വിധാൻസൗധയ്ക്ക് മുന്നിൽ നിന്ന് ER രാജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
40 ദിവസത്തിലധികം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന് ശേഷം കർണാടക നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. നിശബ്ദ പ്രചാരണത്തിന് ദിനത്തിൽ വ്യക്തികളെ നേരിട്ട് കണ്ടും വീടുകൾ സന്ദർശിച്ചും വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ഒപ്പം തന്നെ ചില നേതാക്കൾ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. കേന്ദ്രമന്ത്രിയും BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി കൺവീനറുമായ ശോഭാ കരന്ദരെ ബംഗളൂരു നഗരത്തിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. ഒപ്പം തന്നെ ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട് ഹുബളിയിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാൻ ചാലിസ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ ചൊല്ലി. DK ശിവകുമാർ ആകട്ടെ നഗരത്തിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ സന്ദർശിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ ആരംഭിച്ചത്. കാരണം കർണാടകത്തിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകളെ നിരോധിക്കുമെന്ന പ്രഖ്യാപനം അത് BJP രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ VHP അടക്കമുള്ള സംഘടനകൾ, ഹിന്ദുത്വ സംഘടനകൾ ഇന്ന് രാജ്യവ്യാപകമായി ഇത്തരത്തിൽ ഹനുമാൻ ചാലിസ ചൊല്ലാനുള്ള ആഹ്വാനമുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് BJP നേതാക്കൾ, കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. DK ശിവകുമാറും സമാനമായ രീതിയിൽ ഇന്ന് ക്ഷേത്രത്തിൽ രാവിലെ സന്ദർശനം നടത്തി. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കർണാടകത്തിൽ ഹനുമാൻ ക്ഷേത്രം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം DK ശിവകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. ഇങ്ങനെ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിനത്തിൽ നേതാക്കൾ പലതരത്തിൽ സജീവമായിരുന്നു. മറ്റു പല നേതാക്കൾ വീടുകൾ നേരിട്ട് കണ്ട്, പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവർ അധികം മത്സരിക്കുന്ന വരുണ മണ്ഡലത്തിലാണുള്ളത്. അവിടെ പ്രവർത്തകരെയും നേതാക്കളെയും നാട്ടുകാരെയും ഒക്കെ നേരിട്ട് കണ്ടുകൊണ്ട് പ്രചാരണം നടത്തുകയാണ് സിദ്ധരാമയ്യ. അങ്ങനെ നേതാക്കളെല്ലാം തന്നെ അവസാനവട്ട വോട്ടുറപ്പിക്കുന്ന ശ്രമത്തിലാണ്. പ്രത്യേകിച്ച് വലിയൊരു പ്രചാരണത്തിനാണ് കർണാടക ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPക്കായി പ്രചാരണം നയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുമാണ് കോൺഗ്രസിനായി സജീവമായി കർണാടകത്തിൽ രംഗത്തുണ്ടായിരുന്നത്. ഏതായാലും നാളെയാണ് കർണാടകത്തിൽ വോട്ടെടുപ്പ് നടക്കുക. പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്നുണ്ട്. BJP 130 മുതൽ 135 വരെ സീറ്റ് പ്രതീക്ഷിക്കുമ്പോൾ കോൺഗ്രസ് 141 അവരുടെ ഒരു മാന്ത്രിക സംഖ്യയായി പറയുന്നത്. JDSും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. JDSനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കാൻ ആർക്കും കഴിയില്ല എന്ന പ്രതീക്ഷ അവരും വെച്ചു പുലർത്തുന്നുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.